വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങളെ ഇരുട്ടടി അടിച്ചിരിക്കുകയാണ്. ധാരാളം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തിനായിരുന്നു പൊടുന്നനെ ഈ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത്? വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്ന് തുറന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തല. അക്കമിട്ട് നിരത്തുകയാണ് അദ്ദേഹം കണക്കുകളും കാര്യങ്ങളും. അത് അറിയുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടും. കാരണം അദാനിയെക്കുറിച്ച് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. അമേരിക്കയിൽ അവരിൽ നിന്ന് നിക്ഷേപം സംഘടിപ്പിക്കാൻ ഇന്ത്യയിൽ അഴിമതി നടത്തി അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ട് അദാനി പവറിന് അമേരിക്കയിൽ വിലക്ക് നേരിട്ടതും കെനിയ പല കരാറുകളും ഒഴിവാക്കിയതും ഒക്കെ വന്നു. ആന്ധ്രാപ്രദേശും തമിഴ്നാടുമൊക്കെ അദാനി പവറുമായി നേരത്തെ തന്നെ കരാറിൽ ഏർപ്പെട്ടിരുന്നു. അത് എങ്ങനെ ആ കരാർ എടുക്കാൻ കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അന്നത്തെ ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ജഗൻമോഹൻ റെഡ്ഡിയും ഒക്കെ കൈക്കൂലി വാങ്ങി അല്ലെങ്കിൽ കൈക്കൂലി തരാമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു. ആ തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ കേരളത്തിൽ നടന്നിരിക്കുന്നത് എന്താണ്? അദാനി പവറിന് കേരളത്തിലേക്ക് വരണമെങ്കിൽ, കാരണം അദാനി പവറിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ വൈദ്യുതി കേരളം വാങ്ങുന്നത്. അപ്പോൾ അതിന് വൻ തുക കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് 2040 വരെ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ലഭിക്കുമായിരുന്ന ഒരു കരാറുണ്ടായിരുന്നു. 2016 ശ്രീ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ കോൺഗ്രസ് സർക്കാർ വലതുപക്ഷ മുന്നണി അല്ലെങ്കിൽ UDF കേരളം ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കരാർ നിലവിലുണ്ടായിരുന്ന കരാർ. അന്ന് ആണ് ആ കരാറ് വരുന്നത്. ആ കരാറുകൾ അനുസരിച്ച് പ്രധാനമായും 6 കരാറുകളാണ് ഉണ്ടായിരുന്നത്. 765 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനായിരുന്നു ആ കരാറുകൾ. അത് 25 വർഷത്തേക്കുള്ള കരാറായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അതായത് 2040 വരെ ഒരേ തുകയിൽ വൈദ്യുതി നൽകിക്കൊള്ളാമെന്ന് ഈ കമ്പനികൾ എഗ്രി ചെയ്ത കരാറായിരുന്നു അത്. ആ കരാർ ജിൻഡാൽ പവർ ലിമിറ്റഡ് അവരിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിന് അതായത് യൂണിറ്റിന് വെറും 3 രൂപ 60 പൈസ നിരക്കിലായിരുന്നു ഒന്നാമത്തെ കരാർ. രണ്ടാമത്തെ കരാർ ജാംബുവ പവർ അവരിൽ നിന്ന് 115 മെഗാവാട്ട് വൈദ്യുതി യൂണിറ്റിന് 4 രൂപ 15 പൈസയായിരുന്നു. അതുപോലെ ബാൻകോയിൽ നിന്ന് 100 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നത് 4 രൂപ 29 പൈസയ്ക്കായിരുന്നു ഒരു യൂണിറ്റിന്. ഇന്ത്യ തെർമൽ പവർ അവരിൽ നിന്ന് വാങ്ങുന്നത് 100 മെഗാവാട്ടും അതുപോലെ തന്നെ 4 രൂപ 29 പൈസയായിരുന്നു. അതുപോലെ ജാംബുവ എന്ന കമ്പനിയുമായി രണ്ടാമതുണ്ടാക്കിയ കരാറിലും 100 മെഗാവാട്ടിന് 4 രൂപ 29 പൈസ തന്നെ. പിന്നെ ജിൻഡാൽ എന്ന അവർക്ക് ആദ്യത്തെ കരാറിൽ 3 രൂപ 60 പൈസയായിരുന്നു യൂണിറ്റിന്. രണ്ടാമത് അവരുമായി കരാർ വയ്ക്കുമ്പോൾ 150 മെഗാവാട്ട് ഒരു യൂണിറ്റ് 4 രൂപ 29 പൈസയ്ക്ക് അവർ തരുമെന്നായിരുന്നു കരാർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 രൂപയ്ക്ക് താഴെ, ശരാശരി ഒരു യൂണിറ്റിന് 5 രൂപയ്ക്ക് താഴെ ആയിരുന്നു വില, അല്ലെങ്കിൽ 4.5 രൂപ എന്ന് നമുക്ക് മനസ്സിൽ കണക്കാക്കാം ഒരു യൂണിറ്റിന്. എന്നാൽ ഇപ്പോൾ സർക്കാർ ചെയ്തത് ഇതിലെ പ്രധാനപ്പെട്ട 4 കരാർ അങ്ങ് റദ്ദ് ചെയ്തു. അതായത് ഏകദേശം 465 മെഗാവാട്ട് വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ 4 രൂപ 30 പൈസ നിരക്കിൽ കിട്ടിയിരുന്ന ആ വൈദ്യുതി 6 കരാറുകൾ റദ്ദാക്കിയ ശേഷം നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കരാറുകൾ റദ്ദാക്കിയത് 2023 ഓർക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രണ്ടാം പിണറായി സർക്കാർ ചെയ്ത ഒരു വലിയ ക്രൂരതയുടെ കണക്കാണ് ശ്രീ രമേശ് ചെന്നിത്തല പുറത്തുവിടുന്നത്. 2023 465 മെഗാവാട്ട് വൈദ്യുതിയുടെ കരാർ റദ്ദാക്കി. അതിന് യൂണിറ്റിന് വെറും 4 രൂപ 30 പൈസ മാത്രമാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്തു? വലിയ തുകയ്ക്ക് വേറെ കമ്പനിയുമായി ഇടക്കാല കരാറിൽ ഏർപ്പെട്ടു വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. എന്തിനായിരുന്നു ആ കരാർ? അവിടെയാണ് ചോദ്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദാനിയുടെ പവർ ഗ്രൂപ്പിന് കേരളത്തിലേക്ക് പ്രവേശനം നേടണമെങ്കിൽ നിലവിലുള്ള കുറഞ്ഞ തുകയിലുള്ള കരാറുകൾ റദ്ദ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെയാണ് 4 കരാറുകൾ, ചെറിയ കരാറുകൾ 465 മെഗാവാട്ടിന്റെ കരാർ റദ്ദ് ചെയ്തത്. പകരം അദാനി പവറിൽ നിന്ന് എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? 10 രൂപ 25 പൈസയാണ് ഒരു യൂണിറ്റിന്. 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 30 പൈസ വരെയാണ് ഈ ഒരു യൂണിറ്റിന് വില ഈടാക്കുന്നത്. പിന്നെ ഏറ്റവും ഈ 4 രൂപ 29 പൈസയുടെ കരാർ റദ്ദാക്കിയിട്ട് വൈദ്യുതി വാങ്ങുന്നത് 10 രൂപയ്ക്കാണ്. അതായത് 9 രൂപ 59 പൈസയാണ് ഒരു യൂണിറ്റിന്. നേരെ ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടി തുക കൊടുത്തിട്ടാണ് പുതിയ കരാറുകൾ അനുസരിച്ച് അദാനി പവർ ഗ്രൂപ്പിൽ നിന്നും ജിൻഡാലിൽ നിന്നുമൊക്കെ. ജിൻഡാലിന് ആദ്യം തന്നിരുന്നത് എത്ര രൂപയ്ക്കാണ്? ജിൻഡാൽ എന്ന കമ്പനിയുമായി രണ്ടാമതുണ്ടാക്കിയ കരാറിൽ, അതായത് ആദ്യത്തെ പ്രധാനപ്പെട്ട 6 കരാറിൽ രണ്ടാമതുണ്ടാക്കിയ ജിൻഡാൽ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിൽ 4 രൂപ 29 പൈസയ്ക്ക് അവർ വൈദ്യുതി തരാമെന്ന് സമ്മതിക്കുകയും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. 2016 മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ തന്നെയാണ്. ഈ പുതിയ കരാർ വരുന്നത് വരെ പുതിയ കരാർ അനുസരിച്ച് അവർ നമുക്ക് വൈദ്യുതി തരുന്നത് നേരെ ഇരട്ടിയിലാണ്. അതായത് 9 രൂപ 59 പൈസയ്ക്കാണ് അവർ ഇപ്പോൾ നമുക്ക് വൈദ്യുതി തരുന്നത്. എന്തിനാണ് പഴയ കരാറുകൾ റദ്ദാക്കിയത്? അവിടെയാണ് ചോദ്യം വരുന്നത്. എന്താണ്? അദാനി ചേട്ടന്
കേരളത്തിൽ അയാളുടെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കേരളത്തിൽ യഥേഷ്ടം വിൽക്കണം. അതിന് കേരളം വഴിയൊരുക്കി കൊടുത്തു. അതിന് ഏതൊക്കെ ഉദ്യോഗസ്ഥർ, ഏതൊക്കെ മന്ത്രിമാർ കോടികൾ കൈപ്പറ്റി എന്നുള്ളത് അന്വേഷിച്ചാൽ മാത്രമേ, വിജിലൻസ് അന്വേഷണത്തിൽ മാത്രമേ തെളിയുകയുള്ളൂ. ഇനി സർക്കാർ പറയുന്നു, സർക്കാർ ഇതൊന്നും അറിഞ്ഞില്ല, വില വർധനവൊന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇത് സർക്കാരല്ല, സർക്കാരിന് പറ്റുന്നില്ല, വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് ഈ തുക നിശ്ചയിച്ചത്, 16 പൈസ യൂണിറ്റിന് കൂട്ടണമെന്ന് നിശ്ചയിച്ചത്. അത് ഭയങ്കര ബാധ്യത ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയായിരുന്നു സർക്കാരിൻ്റെ കൈകഴുകൽ. അതായത് ഞാൻ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതല്ല ശരി. കാരണം ഈ റെഗുലേറ്ററി കമ്മീഷൻ, അതിനകത്ത് ആരൊക്കെയാണുള്ളത്, അംഗങ്ങളായിട്ടിരിക്കുന്ന ആരൊക്കെയാണ്? മുൻ വൈദ്യുത മന്ത്രി ശ്രീ എം മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വിൽസൺ, അദ്ദേഹം ഈ കമ്മീഷൻ അംഗമാണ്. മറ്റൊരാൾ CPM ഓഫീസേഴ്സ് സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന B പ്രദീപ്, അവരും സർക്കാർ നോമിനിയാണ് രണ്ടുപേരും. പിന്നെ IAS ഉദ്യോഗസ്ഥനായ TK ജോസാണ് ഇതിൻ്റെ അധ്യക്ഷൻ. ഇവരാണ് റെഗുലേറ്ററി കമ്മീഷൻ. ഇതെല്ലാം സർക്കാർ നോമിനികളാണ്. അപ്പോൾ അവർക്ക് മാത്രം ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമോ? സർക്കാരിൻ്റെ നോമിനികളായിരിക്കെ ഈ കമ്മീഷൻ അവർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുമോ? ഒരിക്കലുമില്ല. സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണ് അവർ ചെയ്യുന്നത്. സർക്കാരിൻ്റെ താല്പര്യങ്ങളാണ് അവർ നടപ്പിലാക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ഈ വൈദ്യുതി നിരക്ക് വർധനയുടെ പിന്നിൽ അഴിമതിയുണ്ട്. എന്താണ്? അദാനിയുടെ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതിനുശേഷം തന്നെയാണ് ഈ കരാറുകൾ വരുന്നത്. 2040 വരെ വെറും 5 രൂപയ്ക്ക് താഴെ വില കൊടുത്ത് ഒരു യൂണിറ്റിന് വൈദ്യുതി വാങ്ങാമെന്ന കരാറുകൾ നിലനിൽക്കെ 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 30 പൈസ വരെ മുടക്കി കറണ്ട് വാങ്ങാൻ സർക്കാർ പുറപ്പെടുമ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മെ ഇരുട്ടടി അടിച്ചത് സർക്കാർ തന്നെയല്ലേ? വേറെ ആരെയൊക്കെ സംരക്ഷിക്കാൻ, അതായത് പ്രധാന ഗുണഭോക്താവായ ശതകോടീശ്വരനായ സാക്ഷാൽ അദാനിയെ സഹായിക്കാൻ, തുണയ്ക്കാൻ വേണ്ടിയാണ് ഈ പഴയ കരാറുകൾ, അതായത് 2016 UDF സർക്കാർ കൊണ്ടുവന്ന കരാറുകൾ റദ്ദ് ചെയ്ത് പുതിയ കരാറിന് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനമെടുക്കുന്നത്. തീർച്ചയായും ഇത് പകൽക്കൊള്ളയാണ്. എന്തിനാണ് ഈ അഴിമതിയുടെ ഭാരം, അഴിമതിയിലൂടെ ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ ഭാരം ജനങ്ങളുടെ തലയിൽ എന്തിനാണ് കെട്ടിവയ്ക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തോന്നും. കാരണം അത്ര കൃത്യമായാണ് കണക്കുകൾ അദ്ദേഹം നിരത്തുന്നത്. കാരണം അദ്ദേഹത്തിന് കൃത്യമായ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. അപ്പോൾ എന്തിനാണ് സർക്കാർ ഇത് ചെയ്യുന്നത്? നിങ്ങൾ അഴിമതി പണം അദാനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിനാമികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ജനങ്ങളുടെ തലയിൽ എന്തിന് അടിച്ചേൽപ്പിക്കണം? ഒരു ബിസിനസ്സുകാരന് വളരാൻ, അദാനിക്ക് വളരാൻ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ, പട്ടിണി പാവങ്ങളെ എന്തിനാണ് പിഴിയുന്നത് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ചോദിക്കുന്നുണ്ട്.